ഡെസ്ക് ജോബ് ചെയ്യുന്ന PCOS ഉള്ള സ്ത്രീകൾക്ക് മറ്റുള്ളവരെക്കാൾ വെയിറ്റ് മാനേജ് ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും പ്രയാസം കാണാറുണ്ട്. അതിന് പിന്നില് ഈ ഒരു 6 കാരണങ്ങൾ ഉണ്ടാകാം. ആദ്യത്തെ കാരണം, നിങ്ങൾ ദിവസം മുഴുവനും ഇരുന്ന് ചിലവഴിക്കുന്നതുകൊണ്ട് എന്നും വർക്കൗട്ട് ചെയ്താലും ഈ 8 മുതൽ 10 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരം ചിലവഴിക്കുന്ന കാലറിയുടെ അളവ് വളരെ കുറവായിരിക്കുക. രണ്ടാമത്തെ കാരണം, 8-10 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മസിൽസ് ആണ് ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗ്ലൂക്കോസിന്റെ കൺസ്യൂമേഴ്സ്. ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്, ഓവർ വർക്കിംഗ്, മീറ്റിംഗ്, ടാർഗറ്റ്, ഡെഡ്ലൈൻ ഇവ കാരണം നിങ്ങളുടെ സ്ട്രെസ് കൂടും. സ്ട്രെസ് കൂടുമ്പോൾ നിങ്ങളുടെ ക്രേവിങ്സ് കൂടും, ഓവർ ഈറ്റിംഗ് ഉണ്ടാവാം, ഇമോഷണൽ ഈറ്റിംഗും ഉണ്ടാവാം. ഇതൊക്കെ കാരണം വെയിറ്റ് മാനേജ്മെന്റ് ബുദ്ധിമുട്ടാവാം. ഡെസ്ക് ജോബ് ചെയ്യുന്ന സ്ത്രീകൾ പലരും രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണ്. അവരുടെ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തീർത്തിട്ട് അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുമ്പോൾ അതും വെയിറ്റ് മാനേജ്മെന്റിനെ ബാധിക്കും. അടുത്ത കാരണം, ഹെൽത്തി ആണെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുന്ന ഫുഡ് ചോയ്സസിന്റെ അധിക കാലറിയാണ്. അതായത് ഗ്രാനുല, ഫ്ലേവേർഡ് യോഗേർട്ട്, എനർജി ബാർ തുടങ്ങിയ ഹെൽത്തി എന്ന ലേബലിൽ വരുന്ന പല ഭക്ഷണങ്ങളും ഹൈ കാലറി അടങ്ങിയവയാണ്. അടുത്ത കാരണം, വീക്കെൻഡിൽ മാത്രം ഹെവി എക്സസൈസ് ചെയ്യുന്നതാണ്. വീക്ക് മുഴുവനും നമ്മൾ വർക്കൗട്ട് ഒന്നും ഇല്ലാതെ ചെലവഴിക്കുകയും വീക്കെൻഡ്സ് ഓവർ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ബാലൻസിങ് അല്ല. ദിവസേനയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇംപ്രൂവ് ആക്കാനും അതുവഴി വെയിറ്റ് മാനേജ് ചെയ്യാനും സഹായിക്കുന്നത്. PCOS ഉള്ളപ്പോൾ വെയിറ്റ് ലോസ് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. അതിന്റെ കൂടെ ഡെസ്ക് ജോബ് ലൈഫ് സ്റ്റൈൽ കൂടി വരുമ്പോൾ അത് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. PCOS വെയിറ്റ് ഗെയിനിന്റെ പുറകില് ഹോർമോണൽ ഇംബാലൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, സ്ട്രെസ്, സ്ലീപ്പ് എന്നിവയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ ശരിയായ PCOS മാനേജ്മെന്റ് കൂടി അതിന്റെ കൂടെ എടുത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റ് ചേഞ്ചസും വഴി വെയിറ്റ് മാനേജ്മെന്റ് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ എന്നിട്ടും എന്റെ വെയിറ്റ് മാനേജ് ആവുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ അതിന്റെ കൂടെ ശരിയായിട്ടുള്ള PCOS മാനേജ്മെന്റും ചെയ്യുന്നത് നന്നായിരിക്കും. PCOS ഉള്ളവരുടെ ഡയറ്റ്, അതിൽ എന്തൊക്കെ കറക്ഷൻസ് വരുത്തണമെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോസ് കാണാനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തോ.